നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടും വകുപ്പുകൾ തീരുമാനിക്കാനായിട്ടില്ല. എന്തെങ്കിലും വൈകിയോ റെക്കോർഡ് വേഗം എന്ന് ഇന്നലെ അവകാശപ്പെട്ട മുഖ്യമന്ത്രിക്ക് മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കാൻ എന്താണ് തടസ്സം? കേരളം കാത്തിരിക്കുന്നത് ഭരണ തീരുമാനങ്ങൾക്കാണ്. പക്ഷേ മുന്നണി നേതാക്കൾ തിരക്കിലാണ്. ആർക്കെന്ത് വകുപ്പ്? അധികാര ചിന്തയാണിത്. മന്ത്രിസഭാ രൂപീകരണത്തിന് മുൻപ് തുടങ്ങിയ സമ്മർദ്ദ രാഷ്ട്രീയമാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും തുടരുന്നത്. മുഖ്യമന്ത്രി ഒത്തുതീർപ്പിനായി ഓടുമ്പോൾ മുന്നണിക്കുള്ളിലെ വിഭാഗീയത പുറത്തേക്ക് ചോരുന്നു. ലീഗിന് വിദ്യാഭ്യാസ വകുപ്പും ന്യൂനപക്ഷ ക്ഷേമവും നൽകുന്നതിനെതിരെ സഭകൾ തുറന്ന എതിർപ്പുമായി രംഗത്ത് വന്നു. അധികാര പങ്കിടലിൽ ഒത്തുതീർപ്പാകുന്നില്ല. ഭരണം തുടങ്ങും മുൻപേ മുന്നണി കലഹം പൊട്ടിത്തെറിക്കുമ്പോൾ കേരളം ചോദിക്കുന്നു, ഏത് വകുപ്പ് ഭരിക്കണം മന്ത്രിമാർ? മന്ത്രിമാരുടെ വകുപ്പുകളെക്കുറിച്ചുള്ള വിജ്ഞാപനം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അന്തിമമായ തീരുമാനം വകുപ്പ് വിഭജനത്തിൽ ഉണ്ടാകാത്തതാണ് ഇതിന് കാരണം. നിലവിൽ ഇതൊക്കെയാണ് വിവരങ്ങൾ വന്നിട്ടുള്ളത്. ഇന്നലത്തെ അതേ സ്ഥിതി തന്നെയാണ് ഇന്നും തുടരുന്നത്. അതേ ഗ്രാഫിക്സ് തന്നെയാണ് ഇന്നും കാണിക്കാനുള്ളത്. മുഖ്യമന്ത്രി കൈയാളുന്നത് ധനവകുപ്പും പൊതുഭരണ വകുപ്പും അതുപോലെ തന്നെ നിയമവകുപ്പും പിന്നെ മറ്റ് ചില വകുപ്പുകൾ. തുറമുഖ വകുപ്പും നിലവിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതിൽ ചില എതിർപ്പുകൾ കോൺഗ്രസിനുള്ളിൽ നിന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. INPRD അങ്ങനെ വകുപ്പുകളാണ് മുഖ്യമന്ത്രി കൈവശം വെക്കുന്നത്. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകൾ ഇങ്ങനെയാണ്. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ വകുപ്പുകളിൽ മാറ്റം ഉണ്ടാകില്ല. ആഭ്യന്തരവും വിജിലൻസുമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളത്. ഇതിൽ മാറ്റം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ചർച്ചകളും നടക്കുന്നില്ല. കൂടാതെ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഇന്നലത്തെ അതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത് എന്ന കാര്യത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. AP അനിൽകുമാർ വൈദ്യുതി വകുപ്പാണ് കൈകാര്യം ചെയ്യുക. അതിലും നിലവിൽ മാറ്റമില്ല. മറ്റേതെങ്കിലും വകുപ്പ് AP അനിൽകുമാറിന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കൂടി ഇനി അന്തിമമായിട്ട് ചില ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. ലോക് ഭവനിലേക്ക് അന്തിമമായ പട്ടിക നൽകിയിട്ടില്ല. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകൾ ഇങ്ങനെയാണ്. കെ മുരളീധരൻ ആരോഗ്യം ദേവസ്വം. ആരോഗ്യ വകുപ്പിനെ കുറിച്ച് കെ മുരളീധരൻ ഇതിനകം പ്രസ്താവനകൾ നടത്തിക്കഴിഞ്ഞു. ആരോഗ്യ വകുപ്പ് കെ മുരളീധരൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദേവസ്വം വകുപ്പിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അവസാന നിമിഷം മാറ്റത്തിന് സാധ്യതയുണ്ട്. സണ്ണി ജോസഫ് റവന്യൂ വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുക. മാറ്റത്തിന് സാധ്യതയില്ല. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ് എന്നത് തന്നെയാണ്. അതേപോലെ തന്നെ ബിന്ദു കൃഷ്ണ സാമൂഹ്യനീതി, വനിതാ, ശിശുക്ഷേമം, തൊഴിൽ വകുപ്പുകൾ. ഇന്നലെ രാത്രിയോടുകൂടിയാണ് തൊഴിൽ വകുപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായത്. ബിന്ദു കൃഷ്ണയ്ക്കായിരിക്കും തൊഴിൽ വകുപ്പ് കിട്ടുക. അതുകൂടാതെ സാമൂഹ്യനീതി, വനിതാ, ശിശുക്ഷേമം എന്നിവയാണ് ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്നത്. M ലിജു എക്സൈസ് വകുപ്പ് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു വകുപ്പ് കൂടി M ലിജുവിന് കിട്ടും. അതേക്കുറിച്ചുള്ള അന്തിമ തീരുമാനം ആയിട്ടില്ല. M ലിജു എക്സൈസ് വകുപ്പ് എന്നുള്ളതാണ് നിലവിൽ. M ലിജു നേരത്തെ ന്യൂസ് 18 സംസാരിച്ചപ്പോൾ ലിജു വകുപ്പിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. PC വിഷ്ണുനാഥ് സാംസ്കാരികം, സിനിമ, സഹകരണം എന്നീ വകുപ്പുകളുടെ ചുമതലയായിരിക്കും ഉണ്ടാവുക. ഇതിലും ചിലപ്പോൾ മാറ്റം സംഭവിക്കാൻ ഇടയുണ്ട്. OJ ജനീഷ് കായികം, യുവജനക്ഷേമം എന്നിവയാണ്. അതിൽ മാറ്റത്തിന് സാധ്യത ഇപ്പോൾ കാണുന്നില്ല. T സിദ്ദിഖ് കൃഷിയും മൃഗസംരക്ഷണവുമാണ്. കൃഷി വകുപ്പിന്റെ കാര്യത്തിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും എന്നുള്ള സൂചനയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ T സിദ്ദിഖിനായിരിക്കും കൃഷിയുടെയും മൃഗസംരക്ഷണത്തിന്റെയും ചുമതല. ഈ രണ്ട് വകുപ്പുകളും ഒരേ മന്ത്രി തന്നെ വഹിക്കുന്നതാണ് സാധാരണയുള്ളത്. അങ്ങനെ തന്നെയായിരിക്കും ഇത്തവണയും. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം. ഇക്കാര്യത്തിൽ തർക്കം തുടരുകയാണ്. കാരണം പൊതുവിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസവും ലീഗിന് വേണം എന്നുള്ള കാര്യത്തിൽ ഒരു നിലപാട് ലീഗ് എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പിന്റെ ചുമതല മുസ്ലിം ലീഗിന് വേണം എന്നുള്ളതാണ്. പക്ഷേ ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഫിഷറീസ് ഏറ്റെടുക്കണം എന്ന് ലത്തീൻ സഭയുടെ ആവശ്യം നിലനിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ഞങ്ങൾക്ക് വേണമെന്നാണ് ലീഗിന്റെ നിലപാട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം. പൊതുവിദ്യാഭ്യാസം N ഷംസുദ്ദീനാണ്, ലീഗിനാണ്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം റോജി M ജോൺ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവിടെ ഫിഷറീസ് ലീഗിന് കിട്ടിയില്ലെങ്കിൽ അതിന് പകരം ഉന്നത വിദ്യാഭ്യാസം തിരിച്ചു വേണം എന്നുള്ള കാര്യം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്മേലാണ് ഇന്ന് പകൽ ചർച്ച നടന്നത്. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസത്തിന്റെ ചുമതല N ഷംസുദ്ദീൻ ആയിരിക്കും. ഇക്കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം ചുമതല ഏറ്റുകഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി ഉണ്ട്. നിലവിൽ അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നാണ് ധാരണയായിട്ടുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഫിഷറീസിന്റെ കാര്യത്തിലാണ് തർക്കം ഉള്ളത്. ഫിഷറീസും ഉന്നത വിദ്യാഭ്യാസവും രണ്ടും കൂടി വിട്ടുകൊടുക്കുവാൻ ലീഗ് തയ്യാറാവുകയില്ല എന്നാണ്.
കെ.എ. തുളസി SC/ST ക്ഷേമം എന്നുള്ളതാണ്. ഈ വകുപ്പിൽ ഒരു മാറ്റത്തിനും സാധ്യത കാണുന്നില്ല. കെ.എ. തുളസി തന്നെയായിരിക്കും SC/ST ക്ഷേമം. അന്തിമ വിജ്ഞാപനത്തിലും ഇങ്ങനെ തന്നെയായിരിക്കും. പി.കെ. കുഞ്ഞാലിക്കുട്ടി IT വ്യവസായം വകുപ്പുകളാണ്. ഇതിലും മാറ്റമുണ്ടാകില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും IT-യുടെയും വ്യവസായത്തിന്റെയും മുൻപ്. അദ്ദേഹം 2011 ഇതേ വകുപ്പ് തന്നെയാണ് ഭരിച്ചിരുന്നത്. പി.കെ. ബഷീർ ന്യൂനപക്ഷ ക്ഷേമം, പ്രവാസി ക്ഷേമം എന്നിവയാണ്. ന്യൂനപക്ഷ ക്ഷേമം കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ന്യൂനപക്ഷ ക്ഷേമം നേരത്തെ ലീഗിനായിരുന്നു. അത് തന്നെ ഇത്തവണയും തുടരുവാൻ തന്നെയാണ്. ന്യൂനപക്ഷ ക്ഷേമവും പ്രവാസി ക്ഷേമവും അത് ലീഗിനായിരിക്കും. പി.കെ. ബഷീറിനായിരിക്കും ചുമതല. കെ.എം. ഷാജി തദ്ദേശ ഭരണ വകുപ്പിന്റെ ചുമതലയാണ്. ഗ്രാമവികസന വകുപ്പിന്റെ കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല, അന്തിമ തീരുമാനമായിട്ടില്ല. കെ.എം. ഷാജിക്കായിരിക്കും തദ്ദേശ വകുപ്പിന്റെ ചുമതല. ഇങ്ങനെയാണ് വകുപ്പ് വിഭജനം വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ അന്തിമമായിട്ടുള്ള വിജ്ഞാപനം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് വിജ്ഞാപനം ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇതുവരെ അന്തിമ വിജ്ഞാപനം വന്നിട്ടില്ല. ശ്രീ C.K. ഷാക്കിർ ഇപ്പോഴും തടസ്സം നിൽക്കുകയാണല്ലോ. ഇത് നല്ലതല്ല. സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ഭരണം ഏറ്റെടുത്തതാണ് മന്ത്രിമാർ, ചുമതല ഏറ്റെടുത്തതാണ്. പക്ഷേ ഏത് വകുപ്പ് ഭരിക്കണം എന്ന് തീരുമാനം വരുന്നില്ല. ഷാക്കിർ, അല്ല, വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ അത് ചില കാര്യങ്ങളിലൊക്കെ സമയമെടുക്കും. എന്നാൽ പോലും കാര്യങ്ങളൊക്കെ ഭരണം യഥാർത്ഥത്തിൽ ഇന്നലെ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ കേരളത്തിൽ ആരംഭിച്ചു എന്നുള്ളത് തെളിവാണ്. ഇന്നലെ ക്യാബിനറ്റ് യോഗം ചേർന്ന് തീരുമാനങ്ങൾ അറിയിച്ചു. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നമ്മൾ ആലപ്പുഴയിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചു. അതിന് തലവനെ പ്രഖ്യാപിച്ചു. അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെ KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ KSRTCയിലും ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി, IT വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പോയി, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ പോയി, അവിടങ്ങളിലൊക്കെ ഔദ്യോഗികമായി ഗവർണറുടെ പ്രഖ്യാപനം വന്ന ശേഷമാണ് ഓരോരുത്തരുടെയും വകുപ്പിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമാവുകയുള്ളൂ. എന്നാൽ പോലും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത രീതിയിൽ സെക്രട്ടേറിയറ്റിലാവട്ടെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാവട്ടെ, പൊതുജനങ്ങളും അതുപോലെ ഉദ്യോഗസ്ഥരും വളരെ സന്തോഷത്തോടെ കയറി ഇറങ്ങുന്നു. അവർ ആവശ്യങ്ങൾ അറിയിക്കുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ ഭരണപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. വേറൊരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, 4-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഒരു ഭരണ സംവിധാനം അതൊരു തലവനും ഉണ്ടായിരുന്നല്ലോ. ഇന്നാണല്ലോ അവർ ആദ്യമായി വാ തുറക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നാണ് പറയുന്നത്, ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ജനവിധി അംഗീകരിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു എന്ന്. ഇന്ന് നോക്കൂ നിങ്ങൾ, എത്ര ദിവസം കഴിഞ്ഞു? 19-ാം തീയതിയായി. മാത്രവുമല്ല, CPM-ൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സിസ്റ്റമാണ്. ഇന്നലെ ശ്രീമതി ടീച്ചർ, ഇന്ന് സ്വരാജ്, എല്ലാ ജില്ലാ കമ്മിറ്റിക്കാരും ശ്രീ പിണറായി വിജയനെയും MP ഗോവിന്ദനെയും ഒരു മടിയും കൂടാതെ ചീത്ത പറയുകയാണ്. അതായത് അവരാണ് ഇതിൻ്റെ കുറ്റക്കാർ. അങ്ങനെ ചെറുതാക്കി കാണിക്കേണ്ടതില്ല. വളരെ ഉത്തരവാദപ്പെട്ട ആൾ ജില്ലാ കമ്മിറ്റിയിൽ മടിയും കൂടാതെ പറയുകയാണ്, CPM സെക്രട്ടറിയെ മാറ്റണം, പ്രതിപക്ഷ നേതാവിനെ മാറ്റണം എന്ന് പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ പോലും പറയുന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കേരളം എത്തിയിരിക്കുന്നു. ഒരു തരം ഫാസിസത്തിൽ നിന്ന് CPM-കാർ പോലും മോചിപ്പിക്കപ്പെടുന്നൊരു സാഹചര്യം. ഇന്ന് നമ്മൾ ഭരണത്തിന്റെ ഒരു റെക്കോർഡ് വേഗതയെക്കുറിച്ച് നേരത്തെ മഞ്ജുഷ് തന്നെ സൂചിപ്പിച്ചു. ലീഗിൽ തട്ടിയാണോ ഈ വകുപ്പ് വിഭജനം ഇങ്ങനെ നീങ്ങുന്നത്? കാരണം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ തർക്കമാണ്. ഇപ്പോൾ N. ഷംസുദ്ദീൻ ലീഗിന്റെ പ്രതിനിധിയാണല്ലോ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയെ ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു ഇന്നലെ വരെ. ഇന്ന് അതിൽ മാറ്റം വന്നിട്ടുണ്ടോ? പൊതുവിദ്യാഭ്യാസം മാത്രം ലീഗിന്, ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന്. അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ക്രോളും വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഒരിക്കൽ പോലും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകളോ ഇപ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ ഇന്ന വകുപ്പ് ഇന്ന ആളുകൾക്ക് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. സ്വാഭാവികമായും ചർച്ചകൾ ഉണ്ടാകും. ഒരുപാട് മിടുക്കരായ ആളുകളുടെ മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭയിൽ ആർക്കൊക്കെ ഏതൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായും അതിൻ്റെ മെറിറ്റും സംഗതികളൊക്കെ ചർച്ച ചെയ്യും. അല്ലാതെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി, ഇന്ന് ഗവർണർ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൂടി ചർച്ചയിൽ തീരുമാനമായിട്ടില്ല. എന്തായാലും
രാജീവ് കൊച്ചുപറമ്പിൽ, അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ശ്രീ രാജീവ്, എന്താണ് നിങ്ങളുടെ ആവശ്യം? കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി, ന്യൂനപക്ഷ ക്ഷേമം ലീഗിന് കൊടുക്കരുത്, അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. പൊതുവിദ്യാഭ്യാസം പക്ഷേ ലീഗിന് കൊടുക്കാൻ തീരുമാനമായതാണ്. പിന്നെയും നിങ്ങൾ എന്തിനാണ് ഇക്കാര്യത്തിൽ തടസ്സം പറയുന്നത്? പ്രിയപ്പെട്ട മഞ്ജുഷ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ മന്ത്രിസഭാ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകളിലാണ് മുഖ്യമന്ത്രിയും മറ്റ് അധികാരികളും പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നു. ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ വകുപ്പുകൾ വിഭജിച്ചു കൊടുക്കാണ്ട് ഏറ്റവും അധികാരപ്പെട്ട ആൾ മുഖ്യമന്ത്രി തന്നെയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. ചില വകുപ്പുകളൊക്കെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഇപ്പോൾ പൊതുസമ്മതത്തിൽ നടന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ചില ചാനലുകളിൽ, ചില വാർത്തകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയെ ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പുറത്തു വരുന്നു. ഇപ്പോൾ തന്നെ ചില സംഘടനകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു, ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒരു പ്രത്യേക തലത്തിലേക്ക് തന്നെ ആ വകുപ്പ് മാറ്റി അവർക്ക് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നതായിട്ടാണ് വാർത്ത വരുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം, ഇതൊരു പൊതുവായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാന നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ആവശ്യമാണ്. നേരത്തെ ഒറ്റ വിദ്യാഭ്യാസ വകുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത് 2 വിദ്യാഭ്യാസ വകുപ്പുകൾ തിരിച്ചു. ഈ 2 വിദ്യാഭ്യാസ വകുപ്പിനും അവകാശവാദം ഉന്നയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു ന്യായമല്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ, മുമ്പത്തെ മന്ത്രിസഭയിലും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചില ആളുകളെ ബോധപൂർവ്വം അവഗണിക്കപ്പെടുന്നു എന്നുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തർക്കങ്ങളും ചർച്ചകളും ഒഴിവാക്കാൻ ഒരു സമതുലിതാവസ്ഥ പാലിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമാണ്. അല്ല, അതുകൊണ്ട് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? അതാണോ നിങ്ങൾ പറയുന്നത്? പൊതുവിദ്യാഭ്യാസം ലീഗിനായിക്കോട്ടെ, ഉന്നത വിദ്യാഭ്യാസം പക്ഷേ കോൺഗ്രസിന് വേണം, അതാണോ കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം? കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ സഭയുടെ ആവശ്യം എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം ഇത് കോൺഗ്രസ് എന്നല്ല, പൊതുവായിട്ട് എല്ലാ പൊതുസമൂഹത്തെയും ഒരുപോലെ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ ഈ കാര്യങ്ങളിൽ നീതിപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസം മുസ്ലിം ലീഗിന്റെ ഒരു ഭരണ പ്രതിനിധിക്ക് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ബാലൻസിങ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു തുല്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു നീതിപൂർവമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റ് ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾക്കോ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊടുക്കുവാനായിട്ട് സർക്കാർ തയ്യാറാകണം. കാരണം എങ്കിൽ മാത്രമേ ഇവിടെ ഈ സമൂഹത്തിൽ തുല്യമായിട്ടുള്ള നീതി ഉണ്ടാകത്തുള്ളൂ. പലപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു ക്രൈസ്തവന് കൊടുക്കണം എന്നുള്ളതാണോ എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് പറയുന്നില്ല. പക്ഷെ പൊതുസമൂഹത്തെ പ്രതിനിധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിൽ കോൺഗ്രസ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം കോൺഗ്രസിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സമുദായ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് മന്ത്രിസഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു നീതിപൂർവമായിട്ട് എല്ലാ ആളും ഉൾക്കൊള്ളുന്ന മനോഭാവം ഉണ്ടാകാൻ സാധിക്കുമെന്നുള്ള ചിന്ത പൊതുസമൂഹത്തിനുണ്ട്. ഞങ്ങൾക്കിപ്പം ഒരു മതത്തോടോ ഒരു സമുദായത്തോടോ ഒരു തരത്തിലുള്ള എതിർപ്പില്ല. പക്ഷെ ഈ സമൂഹത്തിൽ ഒരു തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസ നടപടിക്രമങ്ങളും ഭരണ സംവിധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് പൊതുവായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു ജനവിഭാഗത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാകണം. നിങ്ങളിങ്ങനെ പറയുമ്പോൾ സർക്കാരിനെ തുടക്കത്തിൽ തന്നെ സമ്മർദ്ദത്തിലാക്കുകയാണല്ലോ. ഫിഷറീസ് വകുപ്പ് ലത്തീൻ സഭ പറയുകയാണ് ലീഗിന് കൊടുക്കരുത്, അതും കോൺഗ്രസ് തന്നെ കൈവശം വെക്കണമെന്ന്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അത് ലീഗിന് കൊടുക്കരുത്, അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നുള്ള കാര്യം നിങ്ങളും പറയുകയാണ്, കത്തോലിക്ക കോൺഗ്രസും പറയുകയാണ്, അതായത് സിറോ മലബാർ സഭ പറയുകയാണ്. ഇങ്ങനെ കത്തോലിക്ക സഭകളിൽ നിന്ന് ഇങ്ങനെയുള്ള സമ്മർദ്ദം വരുമ്പോൾ സർക്കാർ എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ ആവശ്യം പരിഗണിക്കേണ്ടി വരിക തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ലീഗ് ഒരു വശത്ത് നിന്ന് ലീഗിനോട് നിങ്ങൾക്കുള്ള എതിർപ്പ് അത് പ്രകടമാവുകയാണ് ഇവിടെ. ഒരിക്കലുമല്ല, ലീഗിനോട് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ഞങ്ങൾ എല്ലാ ജനവിഭാഗത്തെയും തുല്യമായിട്ട് കാണുന്ന ആളുകൾ തന്നെയാണ്. ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിനും തുടങ്ങാൻ ശ്രമിക്കുന്നതുമല്ല. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് കൂട്ടിക്കേൾക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ലത്തീൻ സഭ, ആ സഭയിലെ ആളുകൾ കൂടുതലായിട്ടുള്ളത് ഫിഷറീസ് ആയി ബന്ധപ്പെട്ട മേഖലകളിലാണ്. അതുകൊണ്ട് അവരുടെ ഒരു പ്രതിനിധിക്ക് ആ ഭാഗത്തേക്ക്, ആ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് കുറച്ച് അഭിഭാഗ്യമാണെന്നുള്ള കാര്യം അവർ പറഞ്ഞു, അവരുടെ ആശങ്ക പറഞ്ഞു. അത് മുഖ്യമന്ത്രി പരിഗണിക്കുമെന്ന് പറയുണ്ടായി. അതും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കൂട്ടിക്കടക്കലിന്റെ ആവശ്യമില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സഭകൾ ഈ നാട്ടിൽ നൽകിയിട്ടുള്ള സംഭാവനകളെ ആർക്കും തമസ്കരിക്കാൻ സാധിക്കത്തില്ല. പള്ളിയോടൊപ്പം പള്ളിക്കുടം പണിത് ഈ പള്ളിക്കുടത്തിൽ പഠിച്ച് വളർന്നു വന്ന ആളുകളാണ് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള എല്ലാ ജനവിഭാഗവും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വലിയ നവോത്ഥാനത്തിന് മുന്നേറ്റം കുറിച്ച ഒരു വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മളുടെ ആവശ്യങ്ങൾ ന്യായമല്ല എന്ന് പറയാൻ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടല്ലോ. ന്യൂനപക്ഷ ക്ഷേമം ലീഗിന് കൊടുക്കരുത്, അതും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന്.
ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചില ആക്ഷേപങ്ങളും അവഗണനകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ തുല്യമായിട്ടുള്ള നീതി ലഭ്യമാകാൻ സംവിധാനം വേണമെന്ന് അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ ആ കാലഘട്ടത്തിൽ ആദ്യ ഭാഗത്ത് മുഖ്യമന്ത്രി തന്നെ ആ വകുപ്പ് ഏറ്റെടുത്ത് നടത്തുവാൻ തയ്യാറായി എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ കാര്യമായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് അതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ അത് ജനസംഖ്യാനുപാതികമായിട്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും ലഭിക്കേണ്ട നീതി ലഭ്യമാകുവാനായിട്ട് സർക്കാർക്ക് ബാധ്യതയുണ്ട്. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെയോ ഏതെങ്കിലും മതവിഭാഗത്തിന്റെയോ വോട്ട് കണ്ടല്ല, മറിച്ച് പൊതുവായിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യമായിട്ട് കാണാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട് എന്നുള്ള, അല്ലാതെ സമ്മർദ്ദത്തിന്റെ ഭാഗം ഇതിനകത്തില്ല. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഈ സമ്മർദ്ദമാണോ ഇപ്പോൾ വകുപ്പ് വിഭജനം പൂർണ്ണമാകാതിരിക്കാനുള്ള കാരണം? ഇത് അതോ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ ലീഗുമായിട്ട് എന്തായാലും മുഖ്യമന്ത്രിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവിടെ ഈ ഉന്നത വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഫിഷറീസ് ഇവയിലൊക്കെ തട്ടി നിൽക്കുകയാണോ ഈ വകുപ്പ് വിഭജനം? അതോ ഇപ്പോൾ ഷാക്കിർ പറഞ്ഞു ഗവർണർ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഈ അന്തിമ വിജ്ഞാപനം വൈകുന്നത് എന്ന്. ചർച്ച പൂർത്തിയായിട്ടില്ല എന്നുള്ളത് ശരിക്കും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ ഒരു സമ്മർദ്ദമോ അങ്ങനെ ഒരു ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇല്ല. ശരി ആനന്ദ്. അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എന്തിനാണ് കോൺഗ്രസ് ഇത്ര ധൃതി കൂട്ടി 18-ാം തീയതി തന്നെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ചത്? അത് എല്ലാ കൂടിയാലോചനകൾക്ക് ശേഷം, കാരണം ഇപ്പോൾ വകുപ്പ് വിഭജനം പൂർത്തിയായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അത് ഇനിയും സമയം വേണമെങ്കിൽ എടുക്കാം എന്ന കാര്യം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പം മന്ത്രിമാരെ പരിഗണിച്ചത് ഉൾപ്പെടെ ഇതിൽ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ചാണ്ടി ഉമ്മന് ഓർത്തഡോക്സ് സഭയുടെ പരാതിയുണ്ട്, മാണി സി കാപ്പൻ്റെ പരാതിയുണ്ട്, ലീഗിന് 5-ാം മന്ത്രി എന്നുള്ള വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് 4 മന്ത്രിസ്ഥാനത്തിൽ ലീഗിനെ പരിമിതപ്പെടുത്താൻ പറ്റാതിരുന്നത് എന്നുള്ള കാര്യമുണ്ട്. അത് ആണ് ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ട് ഈ ബാലൻസിങ് നടക്കാത്തതിലുള്ള പ്രധാന കാരണം അതാണ്. ഇപ്പോൾ ലീഗിന് 4 മന്ത്രിസ്ഥാനവും ഒരു ഡെപ്യൂട്ടി സ്പീക്കറോ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൊടുത്താൽ അവർ ഉറപ്പായിട്ടും 4 മന്ത്രിസ്ഥാനത്തിൽ അവർ ഹാപ്പി ആയേനും. കാരണം ഞാനിത് ലീഗ് നേതാക്കളോട് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളോട് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഇവർ കുറച്ചു കാലം മുമ്പ് വരെ ഇവിടെ സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അറിയാതെ നടന്ന സമയത്ത് ഇവരിൽ പലരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് കഷ്ടിച്ച് ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചാനലുകൾ വലിയ സർവേകൾ, പെയ്ഡ് സർവേകളൊക്കെ നടത്തിയിരുന്ന സമയത്ത് ലീഗുകാർ ഞങ്ങൾക്ക് 4 വകുപ്പ് മതിയെന്ന് വളരെ മുതിർന്ന ലീഗിൻ്റെ ഒരു നേതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 4 മിനിസ്ട്രി കൊണ്ട് ഞങ്ങൾ വളരെ മന്ത്രിമാരെ കൊണ്ട് ഞങ്ങൾ വളരെ തൃപ്തിയാകും 2011 സാഹചര്യം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഒറ്റയടിക്ക് 5 മന്ത്രിമാരെ കൊടുത്തു. അതിനുശേഷം വീണ്ടും വിലപേശൽ നടക്കുകയാണ്. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇവർക്ക് 11-12 ദിവസം എടുത്തെങ്കിൽ വകുപ്പ് വിഭജനത്തിനും മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനും 2 ദിവസം അധികം എടുത്തെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇവിടെ ആകാശം ഇടിഞ്ഞ് വീഴുമോ? 21-ാം തീയതി വരെ ഉള്ള ഒരു ഘട്ടത്തിൽ എന്തിനാണ് ഇടിപിടിയിൽ നിന്ന് ഈ 18-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു? അതിലെന്തോ വലിയ ഓപ്റ്റിക്സ് ഉണ്ട് എന്ന തരത്തിൽ എന്തിനാണ് അത് ചെയ്തത്? പിന്നെ ഈ സഖ്യകക്ഷികളുമായിട്ട് ഘടകകക്ഷികളുമായിട്ടുള്ള മന്ത്രിസ്ഥാനങ്ങൾ ഇത്ര വേഗത്തിൽ തീരുമാനിച്ച് ഇപ്പോഴും കല്ലുകടി മാറുന്നില്ല. ചാണ്ടിയുമ്മനെ പോലെ ഒരാളെ ഒതുക്കിയത് എന്തിനാണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. റോജി എം ജോൺ എങ്ങനെ മന്ത്രിസഭയിൽ എത്തി എന്നുള്ളത് മറ്റൊരു വിചിത്രമായ കാര്യമാണ്. ഒരു ഘട്ടത്തിലും റോജിയുടെ പേരോ ജനീഷിൻ്റെ പേരോ ഇല്ലായിരുന്നു. ജനീഷിൻ്റെ പേര് പിന്നെ വന്നത് നമുക്കറിയാം എങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബൽറാമിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി കിണഞ്ഞു ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. അപ്പോൾ ഇതിൽ വേണുഗോപാലിൻ്റെ കാര്യവും സതീശൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ തന്നെ ചില ഇപ്പോഴും പുറത്ത് വരാത്ത ചില കാര്യങ്ങൾ ഇതിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ ഫിഷറീസ് വകുപ്പിൽ ലത്തീൻ സഭ അവർക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത് ഇവിടെ സീറോ മലബാർ സഭയുടെ ഒരു വേർഷനായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അപ്പോൾ അവർ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു ന്യൂനപക്ഷ വകുപ്പ് കുറേ കാലം. അത് പെട്ടെന്ന് ഒരു ഘട്ടത്തിൽ അത് അബ്ദുറഹ്മാൻ വിട്ടുകൊടുക്കുകയും അതിനുശേഷം PV അൻവർ പെട്ടെന്ന് പുറത്തു വന്ന് വാർത്താ സമ്മേളനങ്ങൾ നടത്തി ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ അതിൻ്റെ പേരിൽ ഇവിടെ CPM-നെ വലിയ തോതിൽ വേട്ടയാടിയതും
ആ വേട്ടയാടിയ സമയത്തൊക്കെ ഞാൻ ആ സമയത്ത് CPM-നെ എതിർത്ത് സംസാരിച്ച ഒരാളാണ് എന്ന് കൂടി ഇത് മഞ്ജുഷ് ഓർക്കണം. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച ആൾക്കാർ ഇപ്പോൾ തിരിച്ച് ഈ ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഒരു വിഷയത്തിൽ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും വിഴുങ്ങിയത്, അതായത് ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ നേരെ തിരിച്ച് പറയുന്നു. ഞാൻ അപ്പോഴും ആ ഇതിൽ തന്നെ നിൽക്കുകയാണ്. ന്യൂനപക്ഷ വകുപ്പ് ഇപ്പോൾ ലീഗിന് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പം ന്യൂനപക്ഷ വകുപ്പിൽ 2013 മലപ്പുറത്ത് 32 എയ്ഡഡ് സ്കൂളുകൾ അനുവദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കോടതി പിന്നെ അത് റദ്ദാക്കിയ ഒരു കാര്യം, അതായത് സർക്കാർ 32 സ്കൂളുകൾ ഏറ്റെടുത്തൊരു വിഷയമാണ് അന്ന് വലിയൊരു വിവാദമായത്. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 80-20 അനുപാതം ആ വിഷയം കോടതി തള്ളിക്കളഞ്ഞു. ഇപ്പം അതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ന്യൂനപക്ഷം ഇപ്പം ലീഗിന് കൊടുത്തത് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ലീഗിന് ആദ്യം തന്നെ 5 മന്ത്രിസ്ഥാനം കൊടുത്ത് വീണ്ടും വിലപേശാനുള്ള ഒരു അവസരം കൊടുത്തത് കോൺഗ്രസ് തന്നെ പിടിപ്പുകേടായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, ശ്രീ ജയസഖിൽ, ഇപ്പോൾ ലീഗിൽ തട്ടിയാണല്ലോ ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണെങ്കിലും ഫിഷറീസിന്റെ കാര്യമാണെങ്കിലും രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ്. പക്ഷേ അവിടെ രണ്ട് കാര്യങ്ങളിലും ലീഗാണ് ഒരു വശത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കാര്യത്തിൽ സിറോ മലബാർ സഭ ഈ എതിർപ്പ് അറിയിക്കുന്നു. ഇതെല്ലാം വരുന്നത് ലീഗിനെ ചാരിയുള്ള കാര്യങ്ങളാണല്ലോ. ലീഗിന് അനർഹമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതാണോ ഇപ്പോൾ പറ്റിയിരിക്കുന്ന അബദ്ധം? അല്ല, ഇത് ഇത്തരത്തിൽ ഈ ലീഗ് എന്തോ വലിയ കുഴപ്പമുള്ള പാർട്ടിയാണെന്നും ലീഗ് എന്തോ വലിയ പ്രശ്നമുള്ള പാർട്ടിയാണെന്നും UDF-ഉം ഇതിനകത്ത് ലീഗും കോൺഗ്രസും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നും ലീഗിനെ കൂടുതലായി കൺസിഡർ ചെയ്യുന്നു, ഇതൊക്കെ ആരാണ്? നിങ്ങളുടെ മാധ്യമ സൃഷ്ടിയും കുറേ ആളുകൾ. ഇത് യഥാർത്ഥത്തിൽ ഈ അജണ്ടയുടെ ക്രിയേറ്റർ ഈ നാട്ടിലെ BJP ആണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഗവൺമെൻറ് ഫോം ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ BJP കേരളം എന്ന് പറയുന്ന പേജ് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഏറ്റവും ആദ്യത്തെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ്? ഈ പറയുന്നത് പോലെ നമ്മുടെ ലീഗിൻ്റെ തങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലായിട്ട് നമ്മുടെ ACC പ്രസിഡന്റും രാഹുൽ ഗാന്ധിയൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിക്കുന്നു. VD സതീശൻ കസേരയിട്ട് സൈഡിലിരുന്ന് വിശറി വെച്ച് വീശുന്നു. ഈ തരത്തിൽ ലീഗിന് അടിയറവ് വെച്ച പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് തരത്തിലാണ് നമ്മുടെ ഈ നാട് ഏറ്റവും നല്ല മതേതരത്വം എന്ത് ആണെന്ന് കണ്ട നാടാണ്. ഏറ്റവും നല്ല സെക്യുലറിസത്തിന് മാതൃകയായിട്ടുള്ള നാടാണ് കേരളം. ഈ കേരളത്തിൽ ഈ വക പണിക്കൊന്നും നിൽക്കുന്നത് ശരിയല്ല. ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് അദ്ദേഹം ചാനൽ ചർച്ചയിൽ നിന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ സംഘടനയുടെ നിലപാട് പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഓരോ സഭകളും കഴിഞ്ഞ ദിവസം ശിവരി മഠത്തിലെ സ്വാമിമാർ ഈ കോൺഗ്രസിനകത്ത് ഇന്ന സന്തുലിതം വേണമെന്ന് അഭിപ്രായം പറയുന്നുണ്ട്. NSS പറയുന്നു, SNDP പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഈ നാട് ഭരിച്ച സമയത്ത് ഇവർക്കൊന്നും ഈ പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ്മെന്റും പറയേണ്ട കാര്യമില്ലായിരുന്നോ? അദ്ദേഹം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഇവരൊന്നും എന്തുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് സ്ഥിരമായിട്ട് പറയുന്നുണ്ട്, എന്തുകൊണ്ട് അവർക്കൊന്നും ഈ പറയുന്നത് പോലെ മാളത്തിൽ നിന്ന് പത്തി എടുത്ത് വെളിയിടുന്നത് പോലെ തലയിട്ട് പുറത്തിട്ട് അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ജുഷ് അങ്ങനെ പറയുമ്പോൾ അതിന് കീഴടങ്ങുന്നു എന്നതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ കീഴടങ്ങുന്നു എന്നുള്ളത് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും അഭിപ്രായം സ്വരൂപിക്കുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസിനകത്ത് കൃത്യമായി നിങ്ങൾ 11 ദിവസം മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടെടുത്തപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ ഈ മാധ്യമത്തിന്റെ ഫ്ലോറിൽ വന്ന് ഞാൻ ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ്. എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തതാണ്. തമ്മിലൊരു വിഷയമാണ്, രൂക്ഷമാണ്. ഞാൻ അന്നും പറഞ്ഞൊരു വാചകമുണ്ട്, ഏറ്റവും നന്നായി ആലോചിച്ച് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്ത് ഏറ്റവും നല്ല മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരും. അതിന് ആലോചിക്കാൻ സമയമെടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതിനു വേണ്ടി ആണ് എന്നൊരു അഭിപ്രായം ഞാൻ അന്നേ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ മാധ്യമ സൃഷ്ടി മൊത്തം എന്തായിരുന്നു? ഈ പറയുന്ന പോലെ ഏറ്റവും നന്നായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന KC വേണുഗോപാലിനെ ഏതെല്ലാം രീതിയിൽ മോശപ്പെടുത്താൻ കഴിയുമോ അത്രയും മാത്രം മോശപ്പെടുത്തി അദ്ദേഹത്തിന് വേറൊരു എന്തോ ഒരു പിശാചാണെന്നുള്ള രീതിയിൽ വരെ കോൺഗ്രസ് ഹാൻഡിലുകളാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളാ പറഞ്ഞത്. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഞാൻ മഞ്ജുഷിനോട് വീണ്ടും ആവർത്തിച്ചു, കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യമാണ് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ സൗന്ദര്യം പൂത്തുലഞ്ഞു നിൽക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും നന്നായി ഭജിക്കാൻ കഴിയുന്ന, ഏറ്റവും നന്നായി മുഖ്യമന്ത്രിയെ പ്രൊജക്ട് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി നേതാക്കന്മാരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഞങ്ങളോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന പ്രസ്ഥാനമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ലീഗ് പ്രതിപക്ഷം നിന്നപ്പോൾ ഞങ്ങളോടൊപ്പം ഞങ്ങളെടുത്ത നിലപാടുകൾക്കൊപ്പം നിന്നു. ഒരു ഘട്ടത്തിൽ
പോലും കോൺഗ്രസിന് പോറൽ ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് ലീഗ്. പക്ഷേ ഇത്തവണ ലീഗിന് സൗജന്യം കൊടുത്തു എന്നാണ്. ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ. അല്ല, എന്തുകൊണ്ട് ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല? അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം അതേ അഭിപ്രായക്കാരൻ തന്നെ ഞാൻ. അദ്ദേഹത്തിന് അതിന് അർഹതയുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്ത് ചാണ്ടി ഉമ്മൻ എവിടെയെങ്കിലും ഏതെങ്കിലും മാധ്യമത്തിന് മുന്നിൽ വന്നിട്ട് അദ്ദേഹം എനിക്ക് അത് കിട്ടാത്തതിന്റെ പേരിൽ പരിഭവമുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് മൈക്ക് വെച്ചു. ഞങ്ങളെല്ലാം പാർട്ടിയാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾക്ക് അനുഭവമുണ്ട് എന്താണ് ഈ പ്രസ്ഥാനം അധികാരത്തിലില്ലെങ്കിൽ ഇതിനകത്തുള്ള പ്രവർത്തകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, സമരങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ട്, യാതനകൾ, ജയിൽവാസം ഉൾപ്പെടെയുള്ള ഓരോ സാധാരണ പ്രവർത്തകർ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ നാട്ടിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായിട്ടുള്ള ഈ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നാട്ടിലെ ആരോഗ്യ മേഖലയിൽ ഈ സർക്കാർ സംവിധാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം അറിയാവുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയും UDF പ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ട് അത്തരത്തിലൊന്നും ഈ പറയുന്ന പോലെ UDFനകത്ത് ഭിന്നതയുണ്ടെന്നൊന്നും പറഞ്ഞ് വരുത്തി തീർക്കാൻ ഇപ്രാവശ്യം ആർക്കും കഴിയില്ല. ഞങ്ങൾ അത്രയും അടിയുറപ്പോടുകൂടി ടീം UDF എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഏതൊക്കെ വകുപ്പ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ തീരുമാനിക്കണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പറഞ്ഞതുപോലെ ഗവർണറുടെ അവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ആ തീരുമാനം ഇന്നോ നാളെയോ ആയി കേരളത്തിലെ ജനങ്ങൾ അറിയും. അത് എന്താണെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും, അത് കോൺഗ്രസ് തീരുമാനിക്കും, UDF തീരുമാനിക്കും. അതിനകത്തൊക്കെ ഏതൊക്കെ അഭിപ്രായം എങ്ങനെയൊക്കെ സ്വീകരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ നേതാക്കന്മാർക്ക് അറിയാം. കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട് കണ്ടല്ലോ. ന്യൂനപക്ഷ ക്ഷേമം അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കണം എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത്. ലത്തീൻ സഭ നേരത്തെ തന്നെ ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും കത്തോലിക്ക കോൺഗ്രസ് അതേ നിലപാടാണ്. ലീഗിന്റെ കയ്യിൽ ഉന്നത വിദ്യാഭ്യാസം ഇരിക്കരുത് എന്നുള്ളതാണ്. അല്ല, ഇവിടെ തെറ്റിദ്ധാരണ പരത്തുന്നു, നുണ പറയുന്നു, അതുപോലെ തന്നെ വർഗീയത പരത്തുന്നു ചില ആൾ. പ്രത്യേകിച്ച് നിങ്ങൾ ഈ എല്ലാ മാധ്യമങ്ങളും ഞാൻ പറയാൻ ഒരു മിനിറ്റെങ്കിലും എനിക്ക് സമയം തരും. ഞാൻ ഇപ്പൊ പറയാം. രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് ചില ചാനലുകൾ ചില ആളുകളെ കൊണ്ടേയിരുത്തും. എന്നിട്ട് പച്ച നുണ പറയുക, വർഗീയത പറയും. ഇപ്പം അദ്ദേഹം പറഞ്ഞൊരു സംഗതിയുണ്ട്. ഒന്നുകിൽ ഇപ്പം ഈ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞൊരു സംഗതി ഞാനൊരു കാര്യം തിരുത്തി തരാം. അതായത് കാലങ്ങളായി പറയുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. മഞ്ജുഷിന് അത് അറിയുമെന്ന് എനിക്കറിയില്ല. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ വളരെ പിന്നോക്കമാണെന്ന് UPA ഗവൺമെൻറ് സമിതിയെ വെച്ച് കണ്ടെത്തിയപ്പോൾ അതിന് പരിഹാരം എന്നുള്ള നിലക്ക് മുസ്ലിംകൾക്ക് മാത്രമായി അടിയന്തരമായി ചില നടപടിക്രമങ്ങൾ നടത്തണം, സാമൂഹിക നീതി ഉറപ്പുവരുത്തണമെന്ന് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് കണ്ടെത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായി കേരളക്കരയിൽ മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് നടപ്പിലാക്കുന്നതിന് പകരം പാലോളിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വെച്ച് ആ കമ്മിറ്റി ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവരെന്താ ചെയ്തറിയോ? അവർ വലിയ വിഷം നിറച്ചു വെച്ചു. 80-20 എന്നൊരു പേരിൽ മുസ്ലിംകൾക്ക് 100% കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ, എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും വിഷയമല്ല, എല്ലാവർക്കും കൊടുക്കണം, പിന്നോക്ക ആളുകളൊക്കെ മുന്നോക്കത്തിലേക്ക് കൊണ്ടുവരണം, അതിനൊക്കെ നമ്മുടെ സപ്പോർട്ടാണ്. പക്ഷേ മുസ്ലിംകൾക്ക് വേണ്ടി മാത്രം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സംഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വിഷം കലർത്തി വെച്ചപ്പോൾ അവിടെ 80-20 എന്ന് തെറ്റിദ്ധാരണ വന്നു. മുസ്ലിങ്ങൾക്ക് 80, മറ്റുള്ളവർക്ക് 20. അങ്ങനെ കേട്ടാൽ അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു ഒരു ഒരു സാമൂഹിക നീതി ഇല്ലല്ലോ, ഒരു സമുദായത്തിന് കൂടുതൽ കൊടുക്കില്ലെന്ന് തോന്നും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതാണ്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ അത് കരുതി കൂട്ടി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. കൈവശം വെച്ചാലും കുഴപ്പമില്ല എന്നാണ് ആനന്ദ് കൊച്ചുകൂടിയുടെ നിലപാട്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള സംഗതി മുമ്പ് 80-20 പോലെ 32 എയ്ഡഡ് സ്കൂൾ പറഞ്ഞത് എല്ലാത്തിൻ്റെയും ഇടയിൽ ചിലത് കുത്തിക്കയറ്റി ഇദ്ദേഹം പറഞ്ഞില്ല കോൺഗ്രസിന്റെ നേതാവ്. നിങ്ങൾ മനസ്സിലാക്കുക, ഐക്യജനാധിപത്യ മുന്നണി അങ്ങനെയാണെങ്കിൽ ഈ ആശങ്ക ആർക്കും ഉണ്ടാകാത്ത രീതിയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെ ആശങ്ക ഉണ്ടെന്ന് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ. കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലാക്കേണ്ടത് ചില സംഘടനകളും ചില സമുദായ സംഘടനകൾ പറയുന്നത് പരിഗണിക്കുന്ന ആളുകളാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആളുകൾ. അത് കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും. മുസ്ലിം സംഘടനകൾ പറയുന്നത് മാത്രമല്ല മുസ്ലിം ലീഗ് ഒന്നും കേൾക്കാറുള്ളത്. നിങ്ങൾ നോക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചിട്ടുള്ള ആരാണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. കാലടിയിലെ ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? E.T. മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് മന്ത്രിയാണ്. ഇവിടെ ഏതെങ്കിലും കൂട്ടർ സമരം നടത്തിയിട്ടാണോ? നിങ്ങൾ കേരളത്തിലെ ഏറെക്കുറെ എല്ലാ സർവകലാശാലകളും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലബാർ, പിന്നെ നമ്മളെ കണ്ണൂരിലെ സർവകലാശാല, ഏറെക്കുറെ എല്ലാ സർവകലാശാലകളും ആർക്കെങ്കിലും പരാതികളുണ്ടോ? നിങ്ങളൊന്നും ഇപ്പം എയ്ഡഡ് സ്കൂളുകളുടെ കണക്കെടുത്തോ, അതുപോലെ മറ്റ് കോളേജുകളുടെ കണക്കെടുത്തോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കെടുത്തോ? ഏതെങ്കിലും ഒന്ന് മുസ്ലിം സമുദായത്തിന് അനർഹമായി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 96-ലെ നായനാർ സർക്കാരിൻ്റെ കാലത്താണ് പ്രീ ഡിഗ്രി വേർപ്പെടുത്തി +2 കൊണ്ടുവന്നത്. അന്ന്
24% വരുന്ന മുസ്ലിം സമുദായത്തിന് 8% മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ക്രിസ്തുമത വിശ്വാസികൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് 40% കൊടുത്തു. മാനേജ്മെൻറ്റ് +2 സ്ഥാപനങ്ങൾ. എന്നിട്ട് അന്നുണ്ടായിട്ടുള്ള അന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട്, അന്നത്തെ മുഖ്യമന്ത്രി നായരാരോട്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരുപാട് ആളുകൾ പറഞ്ഞു ഇത് സാമൂഹിക അനീതിയാണ്. എന്നിട്ട് അത് പരിഹരിക്കാൻ ശ്രമം നടത്തിയപ്പോൾ പോലും ചില ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇപ്പോൾ BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വരുന്ന സംഗതികളാണ് ഇവിടെ മാധ്യമ നിരീക്ഷകരും അതുപോലെ തന്നെ CPMന്റെ ആളുകളും ഈ സ്വരാജിനെ പോലെയുള്ള ആളുകളും മറ്റാളുകളൊക്കെ ഓരോ ദിവസം എടുത്ത് ഇതേപോലെ ചർച്ചക്കിടുന്നത്. പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും രണ്ടാക്കിയിട്ടുണ്ട്. അത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. കേരളം പിറകോട്ട് പോയില്ലേ? അല്ല, അപ്പോൾ നിങ്ങൾ പറയുന്നത് ജനങ്ങൾ നിങ്ങൾ പറയുന്നത് എന്താണ്, ഒന്നാക്കണം എന്നുള്ളതാണോ? ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, PMA സലാം സാഹിബ്, ഇവരെ പോലെയുള്ള വളരെ പക്വമതികളായിട്ടുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവരുടെ ആരുടെയെങ്കിലും നാവിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ഏതെങ്കിലും ജനവിഭാഗത്തിന് ദോഷകരമായ വല്ല സംഗതികളും ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് ഏറ്റെടുത്താലും കുഴപ്പമില്ല എന്നാണോ? അങ്ങനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യല്ലേ? അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല. മാത്രമല്ല, മഞ്ജുഷൻ ഇപ്പോൾ പറഞ്ഞ് VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. കോൺഗ്രസിനില്ല. VD സതീശൻ എന്ന് പറഞ്ഞാൽ ടീം UDF ലീഡറാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ആശങ്കപ്പെടുന്നത്? പൊതുവിദ്യാഭ്യാസം എന്തായാലും ലീഗിന്റെ കയ്യിലിരിക്കും. ഉന്നത വിദ്യാഭ്യാസം ചിലപ്പോൾ കോൺഗ്രസിനായിരിക്കും. നിലവിൽ അങ്ങനെയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം റോജി M ജോണിനായിരിക്കും ഉന്നത വിദ്യാഭ്യാസം എന്നായിരുന്നു. പിന്നെയാണ് ചർച്ചകൾ വീണ്ടും വേണ്ടി വന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ആശങ്കപ്പെടുന്നു? ഇത് രണ്ടും ലീഗിന്റെ കയ്യിലിരിക്കുമെന്ന്, അങ്ങനെ അതാണോ നിങ്ങളുടെ ആശങ്ക? തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയുടെ സന്തുലിതാവസ്ഥ അനിവാര്യമാണ്. ഇപ്പൊ മുമ്പേ പറഞ്ഞു കത്തോലിക്ക സമുദായ സമുദായ സംഘടനകൾ സമ്മർദ്ദത്തിലാക്കുന്നു. മുസ്ലിം ലീഗും ഒരർത്ഥത്തിൽ ഈ മന്ത്രിസഭയെയും മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കുകയല്ലേ ചെയ്യുന്നത്. കാരണം 2 വകുപ്പായിട്ട് ഡിഫൈൻ ചെയ്ത് ഒരു വകുപ്പിന് മന്ത്രിയെ ഓൾറെഡി അനുവദിച്ചു കഴിഞ്ഞു, അദ്ദേഹം ചുമതലയേക്കുകയും ചെയ്തു. ഇപ്പൊ 2 വകുപ്പുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പൊ 2ാമത്തെ വകുപ്പിലേക്ക് മന്ത്രിയെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ന ആളുടെ പേര് പറഞ്ഞു കേൾക്കുന്നു, പക്ഷേ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗ് സമ്മതിക്കുന്നില്ല. അല്ല സഹോദരൻ, ആരാ പറഞ്ഞു സമ്മതിക്കുന്നില്ല? അല്ല, ആ അടിസ്ഥാനത്തിൽ ആളോട് ചർച്ച ചെയ്യപ്പെടും. ആര് പറഞ്ഞു? ഊഹാപോഹങ്ങൾ ചർച്ച ചെയ്യില്ലേ? കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പറഞ്ഞോ അങ്ങനെ സംഗതി? പിന്നെ എവിടെ കിട്ടി? നിങ്ങൾ തന്നെ ഒരു കള്ളക്കഥ ഉണ്ടാക്കുക, അതിന്റെ പേര് ചർച്ച നടത്തുക. ഐക്യജനാധിപത്യ മുന്നണിക്കാണ് ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ആ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ തീരുമാനിക്കും അങ്ങനെയാണോ ഏത് വകുപ്പ് ആർക്ക് ഭരിക്കണം എന്നുള്ളത്. നിങ്ങൾ എന്തിനാണ് അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചോദിച്ചിട്ട് ആവശ്യം പോലും ഇല്ല. അപ്പൊ ചർച്ച ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അതുകൊണ്ടാണല്ലോ ഈ ആരാണ് ചർച്ച? നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയ ചർച്ചകൾ മലയാളികൾ തള്ളി എന്നതാണ് 102 സീറ്റ്. ആശങ്ക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര അഗ്രസീവായിട്ട് സമീപനം എടുക്കുന്നു? ഒരു സമുദായത്തിന്റെ ആവശ്യം ന്യായമായിട്ട് മുഖ്യമന്ത്രി മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്? ഒരു അസ്വസ്ഥതയില്ല. നമുക്ക് സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടുന്ന ആളുകളെ നമ്മളൊക്കെ എല്ലാ വിഭാഗങ്ങൾക്കും അവകാശങ്ങൾ സംരക്ഷിക്കണം, വകവെച്ച് കൊടുക്കണം. അതിനൊന്നും തർക്കമൊന്നുമില്ല. ഓരോരോ കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും മറ്റുള്ള ജനവിഭാഗങ്ങളുടെ മൂക്കുകുത്തിയായി നിൽക്കുന്ന സമീപനം ഈ നാട്ടിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യത കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞത് തുല്യ സമീപനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളത്. തുല്യത ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഒരുപോലെ ഗവൺമെന്റ് കാണുന്നില്ല എന്ന് ഞങ്ങൾ വിചാരിക്കേണ്ടി വരും. ഈ 5ാം മന്ത്രിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? 5 മന്ത്രിമാർ ലീഗിന് നൽകിയതിൽ ആശങ്കയുണ്ടോ നിങ്ങൾക്ക്? അതിന്റെ ആവശ്യവുമില്ല. പക്ഷേ ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ വകുപ്പുമായി ബന്ധപ്പെട്ട് കാലങ്ങളായിട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഈ സഭയുടെയും ഈ സഭ നടത്തുന്ന സ്ഥാപനങ്ങളുടെയും കാര്യങ്ങൾ പറയേണ്ട ഒരു വേദിയും ഒരു അവസരം ഉണ്ടാകണമെന്നുള്ളത് ഞങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അല്ല, ഞാൻ അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് വേണം. കാരണം ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അനാവശ്യമായി ഇത്തരം ചർച്ചകളിൽ നിന്ന് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു തെറ്റായ മെസ്സേജ് ഉണ്ട്. മഞ്ജുഷേ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ ആ പ്രസ്താവനയുടെ കാര്യത്തിലേക്കും അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റിന് പരിപൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ് ഞാനത് വർത്തമാനം പറയുന്നത്. ഞാൻ അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റ് അത്തരത്തിൽ ആശങ്ക അവർക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയുടെ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ ആ മുസ്ലിം നാമധാരിയായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമായി UDFന്റെ ഭാഗമായി നിൽക്കുന്ന അത്തരത്തിൽ ആ ഒരു മുസ്ലിം നാമധാരിയായ മന്ത്രി വന്നതിൻ്റെ പേരിൽ ഈ പറയുന്ന പോലെ അവർക്ക് അർഹിക്കുന്ന കാര്യങ്ങളൊന്നും കിട്ടാതെ പോകുമെന്നുള്ള തരത്തിലേക്ക് അവർക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുന്നതെന്നാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണയാണ്. ആരോ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്തോ നിങ്ങളിത് ലീഗിൻ്റെ കയ്യിലേക്ക് പോയി കഴിഞ്ഞാൽ, ലീഗിൻ്റെ മന്ത്രിമാർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും
കാര്യങ്ങളൊന്നും നടക്കില്ല, നിങ്ങൾക്ക് അതിൽ പ്രയാസം ഉണ്ടാവും. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കോൺഗ്രസ് ഭരിക്കുന്നത്, കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. ഈ പറയുന്നത് പോലെ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ഓരോ സമുദായത്തിൻ്റെയും, ഓരോ ജാതി മതത്തിൽപ്പെട്ട ഒരു സാമുദായിക സംഘടനകളുടെയും ഏത് തരത്തിലുള്ള ഇത്തരം ആവശ്യങ്ങളാണെങ്കിൽ തന്നെ അവരുടെ ഒരു ആവശ്യവും കാണാതെ പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കോൺഗ്രസ് പോകില്ല. ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, 10 വർഷക്കാലം തെരുവിൽ മാറി നിന്ന് ഓരോ വിഭാഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കേട്ട് മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിന്ന പ്രസ്ഥാനമാണ് ഞങ്ങളെല്ലാം. അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ തെരുവിൽ സമരം ചെയ്ത ആളുകളാണ്, നീതി നിഷേധത്തിനെതിരെ ചോദ്യം ചെയ്ത ആളുകളാണ്. ഞങ്ങൾക്ക് ആരെയും ഒരു രീതിയിൽ, അപ്പോൾ നിങ്ങളിത് ഇവിടെ ചിന്തിക്കുന്നത് അദ്ദേഹം ഒരു മുസ്ലിം നവതാരി ആയതുകൊണ്ട് അല്ലെങ്കിൽ ലീഗ് ആയതുകൊണ്ട് ഞങ്ങൾക്കിത് നടക്കില്ല എന്ന് പറഞ്ഞ് ഭരിക്കുന്ന കോൺഗ്രസും UDF ആണെന്നേ. ഞങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു കേടുപാടും വരാതെ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരാതെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അപ്പോൾ ഇതൊരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ ശരിയല്ല. രാജീവ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആശങ്കപ്പെടുന്നത്? ഇപ്പോൾ N. ശംസുദ്ദീനാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരുന്നത്. അദ്ദേഹം പൊതുസമൂഹത്തിൽ വർഷങ്ങളായി നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിഭാഗത്തിന് എതിരായിട്ട് കാര്യങ്ങൾ വരും എന്ന രീതിയിലുള്ള ചിന്ത എന്തുകൊണ്ട് വരുന്നു? തീർച്ചയായും ഞങ്ങൾ N. ശംസുദ്ദീന്റെ മന്ത്രിപദത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു, ഒരു സംശയമില്ല, അതിനകത്തൊന്നും ഞങ്ങൾക്ക് തർക്കങ്ങളില്ല. പക്ഷേ മുൻകാല അനുഭവങ്ങളിൽ ചില വിവേചനങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയെ ബന്ധപ്പെട്ട് പലതരം അവഗണനകൾ ഈ സമുദായ സ്ഥാപനങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആശങ്കയുണ്ട്. അദ്ദേഹം ആ പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുന്നു. അങ്ങനെ ആശങ്ക അല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഉണ്ടാവുകയാണെങ്കിൽ സധൈര്യം താങ്കൾക്ക് ഏത് മാധ്യമത്തിന്റെ പുറത്ത് വന്നിരുന്നത് പോലെ പറയാം, ഞങ്ങൾക്ക് നീതി നിശ്ചയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഞങ്ങളെ ബോധപൂർവ്വം തള്ളിയിട്ടുണ്ട്, ഞങ്ങളെ ബോധപൂർവ്വം മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും. അത് കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാരായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത്. അത് തീർച്ചപ്പെടുത്തി അത് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ വളരെ ബോധപൂർവ്വം പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനം നിങ്ങൾക്കുണ്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സർക്കാരിന് മുന്നിലേക്ക് നിങ്ങൾക്ക് സകല മാധ്യമങ്ങളുമായി ബന്ധമുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു പത്രസമ്മേളനം നടത്താൻ കഴിയുമല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഔദ്യോഗികമായി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി പുറത്തുവിടാൻ കഴിയുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കേരള സർക്കാരായിരിക്കും ഈ കേരള സർക്കാർ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുവരാൻ കഴിയും. അത് ആയിക്കോട്ടെ, അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷെ ഞങ്ങളുടെ ആശങ്കയുണ്ട്. കാരണം അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാ എത്ര ബലം പിടിക്കുന്നത്? നിങ്ങൾ നിർബന്ധ ബുദ്ധി പറയുന്നത് എന്തിനാണ്? ഈ സമുദായത്തിൽപ്പെട്ട അല്ലെ കോൺഗ്രസിൽപ്പെട്ട ഒരാൾക്ക് പോലും മന്ത്രിപദം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് നിങ്ങൾ പറയുന്നതിന്റെ ആവശ്യകത എന്തായാലും നിങ്ങളുടെയും ഈ ചർച്ച കേൾക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക്, അതായത് ഒരു കാലത്ത് അവഗണന നേരിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ കേരളത്തിലെ സ്കൂളുകളുടെ എണ്ണം 2957 ഹൈന്ദവ സമുദായം, അതായത് 41%, ക്രിസ്ത്യൻ സമുദായം 2596 36.4%, മുസ്ലിം സമുദായം 1384 19.38%. നിങ്ങൾ നോക്കുക, 27% വരുന്ന മുസ്ലിം സമുദായത്തിന് 19.38%, 18% വരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗത്തിന് 36% വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. ഇവിടെ എവിടെയാണ് ഈ അനീതി? നിങ്ങളൊന്ന് നോക്ക്. നിങ്ങൾക്ക് ഏതർത്ഥത്തിലാണ് അവഗണന ഉണ്ടായിട്ടുള്ളത്? കണക്ക് മനസ്സിലായോ? 18% ശ്രീ രാജീവ്, നിങ്ങൾക്ക് കണക്കറിയാത്തതാണെന്ന് എനിക്കറിയില്ല. ഈ ചർച്ച കേൾക്കുന്ന ചർച്ച കേൾക്കുന്ന എല്ലാവരും അറിയട്ടെ. ദയവ് ചെയ്ത് ഞാൻ ഇന്നലെയും ഇന്നൊക്കെ ആവർത്തിച്ച് പറയുകയാണ്, നമ്മൾ കേരളത്തിൽ പുതിയൊരു സർക്കാർ വന്നു, വലിയ പ്രതീക്ഷയിലാണ്, നല്ല നല്ല പദ്ധതികളാണ്, പ്രതിപക്ഷത്തെ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തീരുമാനങ്ങൾ നിലവിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, 18% വരുന്ന കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികൾ സമുദായത്തിന് 36% കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ 27% വരുന്ന മുസ്ലിം സമുദായത്തിൽ 19% ഉള്ളൂ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് കണക്കുകൾ പറയുമ്പോൾ ഇതേപോലെ വസ്തുതകൾ പറയേണ്ടി വരും. ദയവ് ചെയ്തിട്ട് ഏതെങ്കിലും പാർട്ടിയെയോ മുന്നണിയെയോ സമ്മർദ്ദത്തിലാക്കി ഇനിയും എന്താ പറയുക അവിഹിതമായി നേടാമെന്ന് ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ സാമൂഹിക അനീതിക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. സാമൂഹിക നീതി ഉറപ്പുവരുത്തും. ഏതെങ്കിലും ചർച്ചകൾ ഉണ്ടാക്കാമെന്നോ ആരും കരുതണ്ട. വി ഡി സതീശന്റെ ഗവൺമെന്റ് വളരെ സത്യസന്ധമായി ഈ കാര്യത്തിൽ ഇടപെടും. കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട അഖിൽ പറഞ്ഞതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു ഭരണം മുന്നോട്ട് പോകും. അല്ല, അതൊക്കെ നിങ്ങൾ എങ്ങനെ ഭരിച്ചല്ലോ? കാരണം എല്ലാ സമൂഹവും വോട്ട് ചെയ്ത് തന്നെയാണ് ഈ സർക്കാർ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും തുല്യമായിട്ട് കാണുന്ന ബാധ്യത നിങ്ങൾ കൊണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഒരു ജനവിഭാഗത്തിന് എതിരല്ല. പക്ഷേ ഈ സമൂഹത്തിന്റെ ആശങ്ക പങ്കുവെക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് നിങ്ങളുടെ കൂറ് മാറ്റാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കുന്നത്?
ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് മുൻകാല അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അതാ ചോദിക്കുന്നത്, എന്താണ്, എവിടെയാണ് അനീതി? നിങ്ങൾക്ക് എവിടെയാണ് അനീതി ഉണ്ടായിട്ടുള്ളത്? ഇതിപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുൻകാലഘട്ടങ്ങളിൽ ഏതാണ്? ഒരു ഉദാഹരണം പറയും. നിങ്ങൾക്ക് ഏത് UDF എന്തായാലും നിങ്ങൾ അവഗണിച്ചിട്ടില്ല. പിന്നെ ആരാണ് അവഗണിക്കാൻ ശ്രമിക്കുന്നുള്ള ഒരു തെളിവാണല്ലോ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അതെന്താണ്? ഞങ്ങളുടെ ന്യായമായിട്ടുള്ള അവകാശം ന്യായമാണെന്ന് നിങ്ങൾ ഒരു പൊതുസമൂഹത്തിൽ ആർക്കാണ് പറയാൻ സാധിക്കാത്തത്? ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ ആവശ്യം ഇത് ന്യായമാണോ അന്യായമാണോ എന്നുള്ള ചർച്ചയുണ്ട്. എന്തായാലും സമ്മർദ്ദമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ലീഗിന് പക്ഷേ ഒരു കാരണവശാലും വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കുവാൻ കഴിയില്ലല്ലോ. അവരങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ ആത്മഹത്യാപരമായിരിക്കും, അവരത് ചെയ്യുകയുമില്ല. പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടി കയ്യിലുണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹം കൂടി ലീഗിനുണ്ട്. അത് ചിലപ്പോൾ ഉണ്ടാവുക, ഇത്തവണ നടക്കില്ലായിരിക്കും, ചിലപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. പക്ഷേ അവിടെ ഈ ഫിഷറീസിനെ വെച്ചുകൊണ്ടുള്ള മറ്റൊരു വിലപേശൽ കൂടി നടക്കുന്നു. കൗതുകകരമായ കാര്യമായി മാറിയിരിക്കുകയാണല്ലോ അത്. അല്ല, അതിലേക്ക് ഞാൻ വരാം മഞ്ജുഷ. ഇവിടെ ഈ ഷാക്കിർ ഇവിടെ പറഞ്ഞു വന്നപ്പോൾ, അതായത് ഇവിടെ ചില ആൾക്കാരെ നിങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ, മാധ്യമപ്രവർത്തകരൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരുത്തും, അവർ വർഗീയത പറയും എന്ന് പറഞ്ഞല്ലോ. അത് ഷാക്കിർ എന്നെ ഉദ്ദേശിച്ചാണോ എന്ന് ഷാക്കിർ ഒന്ന് വ്യക്തമാണ്. ഞാൻ ഈ ചാനൽ മാത്രമല്ല, മാധ്യമങ്ങൾ എന്നാ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല. മാധ്യമങ്ങളിൽ വരുന്നവർ പലപ്പോഴും ഈ പേര് വന്നുകൊണ്ട് പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വർഗീയതയായിട്ട് എന്തിനാണ് ഷാക്കിർ ചിത്രീകരിക്കുന്നത്? തീർച്ചയായിട്ടും വർഗീയതല്ലാത്ത എന്താ ഇതിലുള്ള വസ്തുത? ഇപ്പോൾ ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുത്തു, അതിനെ എതിർക്കുന്നവർ വർഗീയതയാണ് പറയുന്നത്. തീർച്ചയായിട്ടും വർഗീയത. അതെങ്ങനെയാണ് ലീഗിന് 5 മന്ത്രിമാർ കൊടുത്തു? അതെങ്ങനെയാണ് വർഗീയതയാവുന്നത്? നിങ്ങൾ പറ. അവിടെ ഇക്വേഷൻ നോക്കൂ, അവിടെ ഇക്വേഷൻ നോക്കൂ. അവിടെ ഇക്വേഷൻ 22 MLA-മാരുള്ള ലീഗിന് 5 മന്ത്രിമാർ. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസിനും കൊടുക്കണം 2 മന്ത്രിമാർ. അവർക്കല്ലേ സ്ട്രൈക്ക് റേറ്റ് കൂടുതലുള്ളത്. ശരി ആനന്ദ്. അതല്ല, ഈ മഞ്ജുഷ്, ഇന്നലെ ഈ മന്ത്രിസഭയുടെ വിഷയം ഇന്നലെ ചർച്ച ചെയ്തതാണ്. 5 മന്ത്രിമാർ എന്തുകൊണ്ട് ലീഗിന് അധികമായിട്ട്, ഒരു മന്ത്രിസ്ഥാനം എന്തുകൊണ്ട് അധികമാണ് എന്നുള്ളത് ഇന്നലെ തന്നെ ചർച്ച ചെയ്ത് അതിലൊരു തീർപ്പായതാണ്. അപ്പോ ഷാക്കിർ വീണ്ടും അത് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഷാക്കിർ പറയുന്നത് അത് അങ്ങനെ പറയുന്നത് 5 മന്ത്രിസ്ഥാനം കൊടുക്കരുത് എന്ന് പറയുന്നവർ വർഗീയത പറയുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ എതിർത്തത്. വർഗീയത പറയുന്നു എന്ന് പറയേണ്ടി വരും. അല്ല, അത് വർഗീയത പറയുന്നു എന്ന് പറയുന്ന ആ പൊതുബോധം ഷാക്കിറാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. അതായത് ഇവിടെ ലീഗിന് 5ാമത്തെ മന്ത്രി ഇത്തവണത്തെ സ്ട്രൈക്ക് റേറ്റ് വെച്ച്, ഇത്തവണത്തെ അനുപാതം വെച്ച് 4.85, അല്ലെങ്കിൽ 5 MLA-മാർക്ക് ഒരു മന്ത്രി, അങ്ങനെയാണല്ലോ 2011 ലീഗിന് 5ാം മന്ത്രി കിട്ടിയത്. അത് പറയുമ്പോൾ അത് വർഗീയത, അത് പൊതുബോധം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത്? ഇവിടെ 2016 മുതൽ 2026 വരെ പിണറായി വിജയൻ ഭരിച്ചപ്പോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷത്തിൽ ഇവിടെ CPM പാനലിസ്റ്റുകൾ എന്നെ വളരെയേറെ ആക്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 5 വർഷം എനിക്ക് തോന്നുന്നു CPM-ന്റെ പാനലിസ്റ്റുകൾ എന്നെ ആക്രമിക്കില്ലായിരിക്കാം. എന്നാൽ കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഈ സി ദാവൂദിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് കേട്ട് പിറ്റേ ദിവസം അതേ നിലപാടുകൾ ആവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ ചില വക്താക്കൾ എന്നെ ആക്രമിക്കാനും സാധ്യതയുണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം ഷാക്കിർ മനസ്സിലാക്കണം, ഏറ്റവും മുതിർന്ന നേതാക്കളോട് പണിക്കരെ പോലെയുള്ള ആൾക്കാരെ എന്നെ താരതമ്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വളരെ എന്നെ അളക്കാൻ പൊതുബോധം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ അത് കേരളത്തിൽ വിലപ്പോവില്ല എന്നൊരു തെളിവാണ് 102 സീറ്റ്. മതമില്ലാതെ, ജാതിയില്ലാതെ എല്ലാവരും മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്ന് വേർതിരിക്കല്ലേ? അത് വിലപ്പോവില്ല. എന്ത് ലെവലിൽ വന്നാലും ഈ 5 വർഷം നിങ്ങൾ ഈ നിലവാരത്തിലാണ് ചർച്ചയെങ്കിൽ ഷാക്കിറുള്ള ചർച്ചയിൽ നിന്ന് ഞാൻ ഒഴിവായേക്കാം. ഞാനത് ക്ലാരിഫിക്കേഷൻ പറയണം, ഞാനതിലേക്ക് ഇടപെടുന്നല്ല. അല്ല, ഞാൻ പറയുന്നത്, എനിക്ക് എന്നെ സംബന്ധിച്ച് ആനന്ദ് കൊച്ചുകൂടി, ഞാൻ വിവിധ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും കഴിഞ്ഞ 10 വർഷക്കാലവും അദ്ദേഹം CPM-നെ രൂക്ഷമായി വിമർശിച്ചിരുന്ന ഒരാളാണ്. വളരെ
കൃത്യമായി കാര്യക്ഷമമായ കാര്യങ്ങൾ ഇടപെടുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ വെച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ളത്. പക്ഷേ അദ്ദേഹം CPM വളരെ രൂക്ഷമായി വിമർശിച്ച ചർച്ചകളിൽ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി അത്തരത്തിലൊരു അഭിപ്രായം എന്തായാലും ഞങ്ങൾക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഈ പറയുന്നത് പോലെ ഈ പൊതുജനത്തിന് മുന്നിലേക്ക് സൃഷ്ടിക്കുന്ന ഓരോ ഇപ്പോൾ ലീഗിന് അർഹമായത് എന്താണെന്നത് ഞങ്ങളുടെ ഒരു സിസ്റ്റത്തിനകത്ത് UDF-നകത്ത് ഞങ്ങൾ ആലോചിച്ച് കൊടുക്കുന്ന ഒരു സാധനമാണ്. അതിനകത്ത് പിന്നെ അത് എന്തിനു കൊടുത്തു എന്നുള്ള സാധനത്തിൽ, അല്ലെങ്കിൽ ഈ കൊടുക്കുന്നതിന് മുമ്പത്തെ ഒരു ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില ഒരു ഇതുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു ചർച്ച ഈ മനഃപൂർവ്വം സമൂഹത്തിന് മുന്നിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സാധനം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ചർച്ചകളിൽ വരുന്നൊരു സാധനത്തിൻ്റെ ഇപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പ്രിയപ്പെട്ട ആനന്ദിനെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യം നാളെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ UDF-ന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ താങ്കളെപ്പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ അത് നാളെ വിമർശനമായി തന്നെ ഉന്നയിച്ചാൽ മാത്രമേ ചിലപ്പോൾ തിരുത്തപ്പെടലുകളായി ഞങ്ങൾക്ക് മാറി മുന്നോട്ട് നയിക്കാൻ വരൂ. അതൊരു ഊർജ്ജമായി എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതുപോലെ തന്നെ നിഷ്പക്ഷമായ തിരുത്തലുകളായി മുന്നോട്ട് പോകണമെന്നൊരു അഭിപ്രായം കൂടി അവസരത്തിൽ വയ്ക്കുക. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ അല്ല, മറ്റൊരു കാര്യമുണ്ട് ശ്രീ അഖിൽ, ഇവിടെ ഈ ന്യൂനപക്ഷ ക്ഷേമം അത് ലീഗ് എപ്പോഴും കൈവശം വയ്ക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നതും വർഗീയതയായിട്ട് വ്യാഖ്യാനിക്കരുത്. ആനന്ദ്, അങ്ങനെയും ഒരു വ്യാഖ്യാനം വരുന്നുണ്ടല്ലോ അല്ലേ? അല്ല, നമ്മൾ ഇതിനകത്ത് ഞാൻ ഒരു സെക്കൻഡ് ആനന്ദിന്റെ അഭിപ്രായം കേട്ടിട്ട് വരാം. അല്ല, ഞാനത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ന്യൂനപക്ഷ വകുപ്പ് ലീഗ് കൈവശം വെക്കുന്നത് ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ ആകെ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യം KM ഷാജി വിദ്യാഭ്യാസ മന്ത്രിയാകുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ ഷംസുദ്ദീനാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നതുകൊണ്ട് എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ഷംസുദ്ദീനെ പോലെ ഒരു തികഞ്ഞ ഒരു എന്താ പറയുന്നത്, എല്ലാ തരത്തിലും മാന്യനായിട്ടുള്ള ഷംസുദ്ദീൻ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് തികഞ്ഞ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസവുമുണ്ട്. അദ്ദേഹം അങ്ങനെ കടത്തി സംസാരിക്കുന്ന ആളുമല്ല. അപ്പോൾ അദ്ദേഹം നല്ലൊരു ചോയ്സ് ആയിരിക്കും. ന്യൂനപക്ഷ വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ ഈ പറയുന്നത് പോലെ ഒരു പൊതുബോധം സൃഷ്ടിക്കലല്ല. ലീഗിന് ഈ മന്ത്രിസ്ഥാനം, 5ാം മന്ത്രിസ്ഥാനം അത് അനർഹമായി കിട്ടിയെന്നല്ല പറയുന്നത്, പക്ഷേ അത് അപ്രതീക്ഷിതമായി കിട്ടി. അത് അനർഹമായി കിട്ടി എന്ന് തോന്നുന്നത് 2011 എന്തൊക്കെയാണോ പുറകിൽ നടന്നത് ആ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഓർമ്മിക്കുമ്പോഴാണ്. ഇവിടെ എന്നെ വർഗീയവാദിയാക്കി ഷാക്കിർ ചിത്രീകരിക്കാൻ 2 വാചകങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? 2012 ഈ മലപ്പുറത്തെ 32 സ്കൂളുകൾ അത് കോടതി വിധിയാലാണ് അത് ഇല്ലാതായി പോയത്, അല്ലാതെ ഇവിടെ സർക്കാരല്ല അത് തിരുത്തിയത്. അത് ഷാക്കിറിന് ആ കാര്യത്തിൽ ഒരു കാര്യമാണെങ്കിൽ നോക്കാം. 80-20 അനുപാതം ഉണ്ടല്ലോ. നിങ്ങൾ വർഗീയവാദിയാണെന്ന് അഭിപ്രായം 80-20 അനുപാതം അതും കോടതിയാണ് തള്ളിക്കളഞ്ഞത്. അത് പിണറായി വിജയൻ വന്നപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോയി. ഈ 80-20 തീരുമാനം അത് തുടക്കത്തിലെ ആ കാലത്ത് തന്നെ അത് തെറ്റായ ഒരു തീരുമാനമാണ്. കാരണം 100% മുസ്ലിം വിഭാഗങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു കാര്യത്തിൽ ലത്തീൻ സമുദായത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് 20% ക്രൈസ്തവർക്ക് കൊടുത്തത് തെറ്റാണ്. ഈ JB കോശി കമ്മീഷൻ പോലെ ഒരു കമ്മീഷനെ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന് എന്തെങ്കിലും ക്രൈസ്തവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്, അല്ലാതെ 20% അതിൽ നിന്ന് കൊടുക്കുക ആയിരുന്നില്ല ചെയ്യേണ്ടത്. അത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നു. പക്ഷേ അത് പറയുമ്പോൾ ആ കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ 2011 5ാം മന്ത്രി കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ ഒരാളെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്നത് അത് ഒട്ടും അഭികാമ്യമല്ല. അത് ഇതുപോലെയുള്ള ചർച്ചകളിൽ ലീഗിന്റെ ആൾക്കാർ ചെയ്യുമ്പോൾ അത് മറ്റൊരു തരത്തിലാണ് പൊതുജനം ഇത് കാണുന്ന പൊതുജനം വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടുണ്ടല്ലോ, അതിനോട് താങ്കൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല അല്ലേ? ഈ പറയുന്ന ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ കാര്യത്തിൽ താങ്കൾ ഒരിക്കലും അവരോട് യോജിക്കുന്നില്ല. പക്ഷെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അവർ പറയുന്നതിൽ ആശങ്ക ഉണ്ടോ ഇല്ലയോ, അത് അവർ പങ്കുവയ്ക്കുന്നതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് എന്തായാലും വിട്ടുകൊടുത്ത ഒരു വകുപ്പാണ്. അത് ബൈഫർക്കേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസ മേഖല ബൈഫർക്കേറ്റ് ചെയ്ത് ഉന്നത വിദ്യാഭ്യാസം ലീഗിൽ നിന്ന് ഏറ്റെടുത്ത ഒരു തീരുമാനം വന്നതിന് ശേഷം ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ വീണ്ടും ഒരു ചർച്ച ഉണ്ടാക്കുന്നത് ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള, അല്ലെങ്കിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഒരു സിനർജി, ആ ഒരു സിങ്ക് ആവാത്തത് കൊണ്ടാണ്. അല്ലാതെ ഇതിൽ കത്തോലിക്ക കോൺഗ്രസിനെ പഴിച്ചത് കൊണ്ട് കാര്യമില്ല. അവരവരുടെ അഭിപ്രായം പറയും. അവർ ചിലപ്പോഴൊക്കെ കത്തോലിക്ക കോൺഗ്രസ് ചിലപ്പോഴൊക്കെ കാസയുടെ ലൈനിലേക്ക് വരാറുണ്ട്, എന്നാൽ ചിലപ്പോൾ അവർ കത്തോലിക്ക സഭയുടെ രീതിയിൽ ആ ഒരു നിലപാടുമായിട്ട് വരാറുണ്ട്. കത്തോലിക്ക സഭയുടെ നിലപാട് പറയുന്നത് ദീപിക മുഖപത്രമാണ്. കത്തോലിക്ക കോൺഗ്രസ് ഇടയ്ക്കൊക്കെ അവർ ചില ഘട്ടങ്ങളിൽ അവർ ചിലപ്പോഴൊക്കെ BJP അനുകൂല കാസയുടെ നിലപാടിലേക്ക് പോയതായിട്ട് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രത്യേകമായിട്ടൊരു അഭിപ്രായം പറയാത്തത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഈ ന്യൂനപക്ഷ വകുപ്പ് ലീഗ് ഭരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഷംസുദ്ദീന്റെ കയ്യിൽ അത് ഭദ്രമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് എന്നാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ശരി, രാജീവ് അതിനുള്ള മറുപടി.
ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, കാസയുമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് നിലപാടിനെ നിങ്ങൾ താരതമ്യം ചെയ്തത്. കാസയുടെ പ്രവർത്തന ശൈലിയോ കാസയുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു ചിന്തയോ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നില്ല. കത്തോലിക്ക കോൺഗ്രസ് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ്. സമുദായത്തിലെ ആളുകളുടെ നിലപാടാണ് കത്തോലിക്ക കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് പറയുന്നത്. അതുകൊണ്ട് കാസയുമായിട്ട് താരതമ്യം ചെയ്യുന്നു, അവർക്കുമായിട്ട് അവരുടെ നിലപാട് യോജിച്ചു പോകുന്നു എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രചരണവും പ്രസ്താവനയാണ്. ഈ രണ്ടാമത്തെ കാര്യം, ന്യൂനപക്ഷ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതുസമൂഹത്തിൽ പല ചർച്ചകൾ ഉണ്ടായിട്ടുള്ളതാണ്. അതിനകത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ മാത്രമല്ല, ന്യൂനപക്ഷ ക്ഷേമ ബോർഡ് രൂപീകരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വിവേചനം ഞങ്ങളുടെ സമുദായത്തിന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയത്തിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ആ വകുപ്പ് ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു തുല്യനീതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതാണ് ആവശ്യപ്പെടുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. ആ വകുപ്പ് ഈ റോജി എം ജോണിനാണ് എന്ന് അറിയിപ്പ് അനൌദ്യോഗികമായിട്ടെങ്കിലും വരികയും പ്രചരിക്കുകയും ചെയ്ത ശേഷമാണ് അത് വീണ്ടും അങ്ങനെ പാടില്ല എന്ന് ചില സമ്മർദ്ദങ്ങൾ ചില ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ സമ്മർദ്ദം റോജിക്ക് വേണ്ടിയാണ് നിങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് അല്ലേ? റോജിക്ക് വേണ്ടിയാണ് നിങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇല്ല, കാരണം ഒരു നല്ല തീരുമാനത്തിലേക്ക് വന്ന ശേഷം അവരെ ഉൾക്കൊണ്ട് എല്ലാ സമൂഹത്തിൽ ഉൾക്കൊണ്ടുപോയി തീരുമാനം വന്ന ശേഷം വീണ്ടും സമ്മർദ്ദം ചെലുത്തി ആ വിദ്യാഭ്യാസ വകുപ്പ് ഒരു കുത്തകയാക്കി മാറ്റാമെന്നുള്ള ചിന്തയൊക്കെ ചില സ്ഥലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് ചില സംഘടനകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തികച്ചും ആപൽക്കരമാണ്. അത് നമ്മളുടെ പൊതുസമൂഹത്തിന് ഒരു തുല്യമായിട്ടുള്ള നീതിക്ക് നിരക്കുന്ന കാര്യമല്ല എന്നുള്ള ചിന്ത ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആശങ്ക പങ്കുവെക്കുന്നത്. ശരി, അഖിൽ, ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ കാര്യത്തിൽ അവർ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ. കാരണം അത് മുഖ്യമന്ത്രി ഏറ്റെടുത്താൽ അതിൽ തുല്യനീതി എന്ന് അവർക്കും ബോധ്യം വരും. അല്ല, അതിനിപ്പോൾ അത്തരത്തിലുള്ള ആശങ്ക എന്താണ്? ഞാൻ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് ഈ ഭരണഘടന. ഈ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുന്ന ഓരോ മന്ത്രിമാരും ഈ പറയുന്ന പോലെ തുല്യനീതി കൊടുക്കാൻ അർഹരല്ല എന്ന് ചിന്തിക്കുന്നതാണ് തെറ്റ്. നിങ്ങൾ ആ ഒരു ക്ലാരിഫിക്കേഷനിലേക്ക് പോകും. നമ്മളിപ്പോൾ എല്ലാവരും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന ആളുകൾ അല്ല. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി, അദ്ദേഹത്തിന് ആശങ്ക ഉണ്ട്, അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ കാര്യമായി ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് കാര്യമായി എന്തോ ആശങ്കയുണ്ട്. ഞാൻ കൃത്യമായി അങ്ങയോട് പറയാൻ ആഗ്രഹിക്കുന്നു, താങ്കൾ ഉൾപ്പെടെയുള്ള താങ്കളുടെ സമുദായ സംഘടനയുടെ നേതാക്കന്മാർ കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണണം. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ട് നിങ്ങളുടെ ആശങ്ക എന്താണ്, നിങ്ങൾ എന്തൊക്കെ ഭയപ്പെടുന്നു, അത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഏത് സമയവും കയറി ചെല്ലാൻ കഴിയുന്ന ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കടക്കുപുറത്തം നിങ്ങളോട് ഒരിക്കലും പറയില്ല. സധൈര്യം നിങ്ങൾക്ക് ചെന്ന് ഒരു ആവശ്യം പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ ആശങ്കയുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രയാസമുണ്ട് എന്നത് പറയാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ മന്ത്രിമാർ ആരോഗ്യം അവരുടെ ജാതി മതമൊക്കെ ഈ രാജ്യത്ത് ഈ പുതിയ തലമുറ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളൊക്കെ ഇപ്പോൾ എനിക്കൊന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ ടീം യു ഡി എഫിന് ഇത്ര ഉജ്ജ്വലമായ വിജയം കൈവരിക്കാൻ കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കെ സി വേണു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എടുത്ത ഓപ്പൺ സ്റ്റാൻഡാണ്. ചില കാര്യങ്ങളിൽ ചില വിമർശിക്കേണ്ട, ഇപ്പോൾ സാമുദായിക നേതാക്കന്മാർക്കെതിരെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പറയേണ്ട സാഹചര്യത്തിൽ കൃത്യമായി പറയും. ഏതെങ്കിലും മത ന്യൂനപക്ഷ സംഘടനകളുടെ നേതാക്കന്മാർ ഏതെങ്കിലും രീതിയിൽ മോശപ്പെട്ട രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിന്റെ വർഗീയതയെ അല്ലെങ്കിൽ ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സന്തുലിതാവസ്ഥയ്ക്ക് എതിരായി പറയുന്ന ആരാണെങ്കിലും തിരിച്ചു പറയാൻ പറ്റുന്നത്. അതാണ് പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നത്. ജെൻസി ഉൾപ്പെടെയുള്ള മന്ത്രിമാര് തീരുമാനിച്ചപ്പോൾ ഈ ജാതി മതമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്റെ പൊന്നു മഞ്ജുഷേ, നിങ്ങൾ പറയുകയും ചെയ്യും. ഞാൻ ഇത് പറഞ്ഞോട്ടെ, ഞാൻ ഒരു വളരെ കൃത്യമായിട്ട് കേരളത്തിൽ ഏറ്റവും നന്നായി വർഗീയത പറഞ്ഞത് ആരാ? കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ BJP-യേക്കാളും വളരെ നന്നായി വർഗീയത പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഓരോ ഇപ്പോൾ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് നിങ്ങൾ തിരുവനന്തപുരം മാത്രം ഒന്ന് പരിശോധിക്കൂ. ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് അവിടെ പറയുന്നത് ഇപ്പോൾ ഈ നമ്മുടെ ആളുകൾ വോട്ട് ചെയ്യണമെന്ന് പറയാൻ നേതൃത്വം കൊടുത്തത് ഇതേ CPM-ന്റെ നേതാക്കന്മാരാണ്. വളരെ കഷ്ടം തോന്നി. ഉമാ തോമസ് മത്സരിക്കുന്നു തൃക്കാക്കരയിൽ. ഓരോ മന്ത്രിമാർ ഇപ്പോൾ ഒരു പ്രത്യേക മേഖലയിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും സമുദായത്തിൻ്റെ ആളുകളാണ് കൂടുതൽ താമസിക്കുന്നതെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട മന്ത്രിയെ അവിടെ വിടുന്നു. ഓരോ വീടുകളിൽ കയറി പറയുന്നു നമ്മുടെ ആളുകൾ വോട്ട് ചെയ്യണം എന്ന് പറയുകയാണ്. എന്ത് സാഹചര്യമാണ്? CPM ഇത്രയും വൃത്തികെട്ട രീതിയിൽ ജാതിയും മതവും പറഞ്ഞൊരു സാഹചര്യം കഴിഞ്ഞ 10 വർഷം ഉണ്ടായപ്പോൾ നിങ്ങൾ ആരും ഇതൊന്നും കണ്ടില്ലായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ ചർച്ച നടത്തില്ല. ഇതാണ് പ്രശ്നം. CPM-നെ അന്ന് വിമർശിച്ച കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മറന്നു പോകുകയാണ്. ഞാൻ പറയുന്നത് ഈ ഭരണത്തിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആശങ്കകൾ ഈ പറയുന്ന പ്രിയപ്പെട്ട സന്തോഷ് അദ്ദേഹത്തിന് ആശങ്ക പറയാൻ, രാജീവിന് അദ്ദേഹത്തിന് ആശങ്ക പറയാൻ അവകാശമുണ്ടെന്നേ. അത് കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സതീശൻ മന്ത്രിസഭ വിസ്മയം തീർക്കുമോ? വിസ്മയം തീർക്കുമെന്ന് 84% പ്രേക്ഷകർ, ഇല്ല എന്ന് 11% മാത്രം. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.